നമസ്കാരം. ഈ ഒരു സ്ക്രീനിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടാകും വെള്ളിയേട്ടന്റെ 4K പതിപ്പ് ഇങ്ങ് കേരളത്തിൽ മാത്രമല്ല അങ്ങ് തമിഴ്നാട്ടിലും കർണാടകയിലും മികച്ച തിയേറ്റർ ബുക്കിങ്ങിലൂടെ മുന്നേറുകയാണെന്ന്. ഇങ്ങ് കൊച്ചിയിലെ മാളുകളിലേക്ക് വരുമ്പോൾ PVR ലുലു കൊച്ചിയിൽ ഇന്ന് 9:50 ഷോ ഫുള്ളായിട്ട് സോൾഡ് ഔട്ട് ആയിരിക്കുകയാണ്. അതേ അവസ്ഥ തന്നെയാണ് PVR ഫോറം മാളിലും കാണാൻ സാധിക്കുന്നത്. രാത്രി 10:25 ഷോയിലുള്ള എല്ലാ ടിക്കറ്റും ഇപ്പോൾ തന്നെ വിറ്റുപോയിരിക്കുകയാണ്. മലയാള സിനിമാ പ്രേമികൾ ഒരിക്കൽ ബിഗ് സ്ക്രീനിലും അതിനുശേഷം ഒരുപാട് തവണ ടിവിയിലും കണ്ട മമ്മൂക്കയുടെ വെള്ളിയേട്ടൻ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അത് കാണാൻ വേണ്ടി സിനിമാ പ്രേമികൾ എത്തുമോ എന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു. കാരണം ഇത്രയും തവണ ടിവിയിലൂടെ മലയാള സിനിമാ പ്രേമികൾ കണ്ടൊരു മലയാള പടം വേറെ ഉണ്ടാകില്ല. എന്നാൽ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ചിത്രത്തിന്റെ ഇന്നത്തെ വെള്ളിയേട്ടൻ സിനിമയുടെ 4K പതിപ്പ് കാണാൻ തിയേറ്ററുകളിലെത്തിയ ജനപ്രവാഹം. ഫാമിലി ഓഡിയൻസും കുട്ടികളും പ്രായഭേദമില്ലാതെയാണ് ഇന്ന് ചിത്രം കാണാൻ വേണ്ടി തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തിയത്. ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു ബുക്കിംഗ് ഉണ്ടായത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, മികച്ചൊരു ബുക്കിംഗ് ആണ് തമിഴ്നാട് ബോക്സ് ഓഫീസിലും ചെന്നൈ സിറ്റിയിലേക്ക് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ കർണാടക ബോക്സ് ഓഫീസിലും ചിത്രത്തിന് മികച്ചൊരു ബുക്കിംഗ് തന്നെ ഇന്നുണ്ടായിരുന്നു. 24 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഈ ഒരു ചിത്രം കാണാൻ വേണ്ടിയാണ് പ്രേക്ഷകർ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയത്. റിലീസ് ചെയ്യപ്പെട്ട മലയാള സിനിമകളിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ റിലീസ് കൂടിയായിരുന്നു വെള്ളിയേട്ടൻ്റെത്. 120 കേന്ദ്രങ്ങളിലാണ്, അതായത് 120 തിയേറ്ററുകളിലാണ് കേരളത്തിൽ ചിത്രം ഇന്ന് റിലീസ് ചെയ്തത്. ഒന്നാം സ്ഥാനത്തുള്ളത് സ്ഫടികമാണ്. 140 തിയേറ്ററിലാണ് ചിത്രം ആദ്യ ദിവസം കേരളത്തിൽ പ്രദർശനം ആരംഭിച്ചത് 4K പതിപ്പ്. വെള്ളിയേട്ടന്റെ ആദ്യ ഷോ ഇന്ന് ആരംഭിച്ചത് രാവിലെ 9:30 കൂടിയാണ്. അതിനു മുമ്പ് വരെ ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ കളക്ഷൻ 14 ലക്ഷം കടന്നിരുന്നു. ഇന്ത്യയിൽ നിന്നും മാത്രമായിട്ട് ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ നേടിയത് 17 ലക്ഷത്തിന് മുകളിലായിരുന്നു. മികച്ചൊരു പ്രീസെയിൽ ചിത്രം നേടിയിട്ടുണ്ട്. ഇനി ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷന്റെ അപ്ഡേറ്റിന് വേണ്ടിയാണ് ആരാധകരും സിനിമാ പ്രേമികളും കാത്തിരിക്കുന്നത്. ഈ ഒരു റേഞ്ചിൽ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ത്യയിൽ വന്നതുകൊണ്ട് തന്നെ ചിത്രം ഇന്ത്യയിൽ നിന്നും മാത്രമായിട്ട് ആദ്യ ദിവസം ഏകദേശം 50 ലക്ഷത്തിന് മുകളിൽ സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. വെള്ളിയേട്ടന്റെ 4K പതിപ്പിന്റെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷന്റെ അപ്ഡേറ്റ് ഒന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുമായുള്ള ഡാറ്റകൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. റിലീസ് ചെയ്യപ്പെട്ട 4K പതിപ്പിന്റെ രണ്ടാം ദിവസം ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന് മികച്ചൊരു ബുക്കിംഗ് നാളെയും പ്രതീക്ഷിക്കുന്നുണ്ട്. നാളെയും മറ്റന്നാളും അവധി ദിവസങ്ങൾ ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ 3 ദിവസത്തെ കളക്ഷൻ തന്നെ 1.5 കോടി കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റിലീസ് ചെയ്യപ്പെട്ട വെള്ളിയേട്ടന്റെ 4K പതിപ്പ് തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം 1 കോടി പിന്നിട്ടാൽ തന്നെ അതൊരു മികച്ച വിജയമായി നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് വെള്ളിയേട്ടന്റെ 4K പതിപ്പ് റിലീസ് ചെയ്യപ്പെട്ട 4K പതിപ്പ് തിയേറ്ററിൽ പോയി കണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കൂ. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യൂ. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.